ഇന്ന് ചതുർത്ഥി വിഭക്തിയുടെ വിഭക്തി ചേർത്തുള്ള വാക്യങ്ങളാണ്. അതായത് ചതുർത്ഥി ഏകവചനം. എന്താ ചതുർത്ഥിയുടെ പ്രത്യയങ്ങൾ എന്താ വരുന്നത്? ആയിക്കൊണ്ട് അല്ലെങ്കിൽ വേണ്ടി, അതിന് വേണ്ടി എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ ആചാര്യ മഹോദയ കിം അഹം ഭ്രമണായ ഗച്ഛാനി. ആചാര്യ മഹോദയ, ബഹുമാനം കൊണ്ടാണ് മഹോദയ പറയുന്നത്. ആചാര്യ അല്ലയോ, ആചാര്യ എന്ന് പറയുകയാണ്. ആചാര്യ കിം അഹം, ചോദ്യമായതുകൊണ്ട് ഇവിടെ കിം വരണം. കിം അഹം, ഞാൻ ഭ്രമണായ ഗച്ഛാനി. ഭ്രമണായ, ഭ്രമണം ചുറ്റിത്തിരിയുക അല്ലെങ്കിൽ ചുമ്മാ നടക്കാൻ പോകുക എന്നുള്ള അർത്ഥത്തിൽ ഭ്രമണായ എന്നുള്ളത് ചതുർത്ഥി ഏകവചനം. ഭ്രമണായ, ഭ്രമണാഭ്യാം, ഭ്രമണേഭ്യ എന്നാണ്. അപ്പോൾ ബാലായ, ബാലാഭ്യാം, ബാലേഭ്യ. അതുപോലെ ഗച്ഛാനി, ഗച്ഛാനി എന്താണ്? ഗച്ഛാനി പോകട്ടോ, അത് ലോട്ടാണ്. അത് ലോട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആശീർവാദം കൊടുക്കുക, ആജ്ഞാപിക്കുക, ചോദ്യം ചോദിക്കുക, ആ രീതിയിലുള്ളതാണ് ഗച്ഛാനി. ഗച്ഛാനി, ഗച്ഛാവ, ഗച്ഛാമ. പോകട്ടോ, ഞാൻ ആചാര്യ ഞാൻ ചുറ്റിക്കറങ്ങാൻ പോകട്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ കിം വന്നത്. ശിഷ്യാഹ ഗുരുഭിഹി സഹ യാത്രായൈ അഗച്ഛൻ. ശിഷ്യാഹ, ശിഷ്യർ, കുട്ടികൾ. ഗുരുഭിഹി, അത് ഗുരുഭിഹി എന്താണ്? അത് തൃതീയ ബഹുവചനമാണ്. ഗുരുഭിഹി, ഗുരുക്കന്മാരോടോ, സഹ ഒപ്പം, യാത്രായൈ, യാത്രായൈ ആണ് അവിടുത്തെ ചതുർത്ഥി ഏകവചനം. യാത്രയ്ക്കായി അല്ലെങ്കിൽ യാത്രയ്ക്ക് വേണ്ടി. അഗച്ഛൻ പോയി. ഗമധാതുവിൻ്റെ ലങ്ങാണ് പാസ്റ്റ് ടെൻസ്, അത് ബഹുവചനം. അഗച്ഛൻ, ഇവിടെ ശിഷ്യാഹ ആയതുകൊണ്ട് അഗച്ഛൻ. ശിഷ്യാഹ ഗുരുഭിഹി സഹ യാത്രയെ അഗച്ഛൻ. ശിഷ്യർ ഗുരുക്കളോടൊപ്പം യാത്രയ്ക്കായി പോയി. ഏഷഹ ഖാസഹ ധേന്വൈ ആസീത്. ഏഷഹ, ഏഷഹ ഏതൗ ഏതേ പഠിച്ചതാണ്. ഏഷഹ ഇത്, ഈ ഖാസഹ, ഖാസഹ പുല്ല്, ഈ പുല്ല്. ധേന്വൈ, ധേനു ശബ്ദം, ധേനു എന്ന് പറഞ്ഞാൽ പശു. ധേനു ശബ്ദത്തിൻ്റെ സ്ത്രീലിംഗമാണ്. അതിൻ്റെ ചതുർത്ഥി ഏകവചനം ധേന്വൈ അല്ലെങ്കിൽ ധേനവേ എന്നും പറയാം. ധേന്വൈ, ധേനുവിന് വേണ്ടി. ആസീത് ആയിരുന്നു. ആസ് ധാതുവിൻ്റെ ലങ്ങാണ് പാസ്റ്റ് ടെൻസ്. ആസീത്, ആസ്താം, ആസൻ. ഈ പുല്ല് പശുവിന് വേണ്ടി ആയിരുന്നു. വയം ദേശായ ശീതം ആതപം ച സഹ്യാമഹേ. വയം ഞങ്ങൾ. ദേശായ, ദേശായ എന്നുള്ളത് ചതുർത്ഥി ഏകവചനം, ദേശത്തിന് വേണ്ടി. ശീതം ആതപം, ശീതം തണുപ്പ്, ആതപം വെയിലെന്നും പറയാം, ചൂടെന്നും പറയാം. തണുപ്പ്, ചൂട്, അപ്പം തണുപ്പും ചൂടും. സഹിഷ്യാമഹേ, സഹിക്കുക എന്ന് പറഞ്ഞാൽ സഹിഷ്യാമഹേ, സഹിഷ്യേ, സഹിഷ്യാവഹേ, സഹിഷ്യാമഹയാണ് ബാക്കി രൂപങ്ങൾ. ഉത്തമ പുരുഷനാണ് ഇത്, ആത്മനേപതിയാണ്. സഹിഷ്യേ, സഹിഷ്യാവഹേ, സഹിഷ്യാമഹേ. സഹിഷ്യാമഹേ വന്നത് ഇവിടെ വയമാണ് വന്നിരിക്കുന്നത് കൊണ്ട്. ഞങ്ങൾ ദേശത്തിനായി തണുപ്പും ചൂടും സഹിക്കും. ഫ്യൂച്ചർ ടെൻസ്. ലിട്ട് ആത്മനേപതി. അഹം മാത്രേ പത്രം ലേഖിഷ്യാമി. അഹം ഞാൻ, മാത്രേ മാതാവിനായിക്കൊണ്ട് അല്ലെങ്കിൽ മാതാവിന് വേണ്ടി, അമ്മയ്ക്കായി. അത് ചതുർത്ഥി ഏകവചനം. പത്രം, പത്രം, പത്രം എന്നും പറയാം അല്ലെങ്കിൽ ലെറ്റർ എന്നും പറയാം. ലേഖിഷ്യാമി എഴുത്തും. ഇതിൽ ലിട്ടാണ്, പരസ്മേപതിയാണ് ലിട്ട്. ലേഖിഷ്യാമി, അഹം വന്നതുകൊണ്ട് ലേഖിഷ്യാമി.